മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ അയൽ രാജ്യങ്ങളായ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ വേദിയൊരുക്കുന്ന അതേ സമയത്ത് തന്നെ പാക് അതിർത്തിക്കുള്ളിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിന്നലാക്രമണം നടത്തിയെന്നത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി സുരക്ഷയുടെ പേരിൽ ഇറാൻ നടത്തുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. തെഹ്റാൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വൻ ഭീഷണിയായ ജെയ്ഷ് അൽ അദ്ല പോലുള്ള ഭീകര സംഘടനകളെ അമർച്ച ചെയ്യാനാണ് ഈ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകൾ ഇറാനിലെ അതിർത്തി രക്ഷാസേനയ്ക്കും സാധാരണക്കാർക്കും നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്താറുണ്ട്. തങ്ങളുടെ മണ്ണിൽ കയറി ആക്രമണം നടത്തുന്ന ഭീകരരെ അവരുടെ താവളങ്ങളിൽ തന്നെ ചെന്ന് നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന അതിർത്തി തർക്കങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തെ കാണേണ്ടത്. മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നത്. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണിതെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇറാന്റെ ഈ ആക്രമണം നടന്നത് വളരെ നിർണായകമായ ഒരു സമയത്താണ് എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായുള്ള സമാധാന ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ വേദിയൊരുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മിസൈൽ വർഷമുണ്ടായത്. ഒരു വശത്ത് നയതന്ത്രജ്ഞന്റെ റോൾ വഹിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അതേ രാജ്യം തന്നെ തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ബലൂചിസ്ഥാൻ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഭീകരർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കാൻ സഹായകമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പങ്കിടുന്ന ദീർഘമായി അതിർത്തി കാവൽ ഏർപ്പെടുത്തുക എന്നത് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ പക്കൽ കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഈ ഭീകരർ നടത്തുന്ന സ്ഫോടനങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്ന ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നത് പാകിസ്ഥാൻ ആണെന്ന് ഇറാൻ പരോക്ഷമായി ആരോപിക്കാറുമുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇര തങ്ങളാണെന്നുമാണ് പാകിസ്ഥാന്റെ മറുപടി. അമേരിക്കൻ സാമ്പത്തിക ഉപരോധത്തിൽ വീർപ്പ് മുട്ടുന്ന ഇറാൻ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു മാർഗമായി കൂടിയാണ് ഇത്തരം സൈനിക നടപടികളെ കാണുന്നത്. തങ്ങളെ വെല്ലുവിളിക്കുന്ന ആർക്കെതിരെയും അവർ ഏത് രാജ്യത്തിന്റെ മണ്ണിലാണെങ്കിലും കടുത്ത നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് തെഹ്റാൻ നൽകുന്നത്. ഇത് ട്രംപ് ഭരണകൂടത്തിനുള്ള ഒരു പരോക്ഷ മുന്നറിയിപ്പ് കൂടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സമാധാന ചർച്ചകളുടെ ഭാവിയെ ഈ ആക്രമണം എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇതിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വലിയ സൈനിക നീക്കത്തിന് അവർ നിലവിൽ മുതിരില്ലെന്നാണ് കരുതപ്പെടുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് മറ്റൊരു യുദ്ധം താങ്ങാനാവില്ല. ഇറാന്റെ വിപ്ലവ ഗാർഡുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തി. തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്കുള്ള പ്രാധാന്യം ഇറാൻ ഒരിക്കൽ കൂടി ഇവിടെ തെളിയിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും ഈ നീക്കത്തെ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിന് ഈ അതിർത്തി സംഘർഷം വലിയൊരു ഭീഷണിയാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിന് അനിവാര്യമാണ്. എന്നാൽ വിശ്വാസക്കുറവ് മൂലം ഈ സഹകരണം പലപ്പോഴും പരാജയപ്പെടുന്നു. ഭീകരർ ഈ പഴുതുകൾ മുതലെടുക്കുകയും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രംപ് ഈ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നതാണ് ശ്രദ്ധേയം. ഇറാന്റെ ആക്രമണോത്സുകമായ ഈ നീക്കം ചൂണ്ടിക്കാട്ടി കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചേക്കാം. ഇറാന്റെ ഭീകരവിരുദ്ധ പോരാട്ടം എന്ന വാദത്തെ തള്ളിക്കളഞ്ഞ് അതിനെ ഒരു അധിനിവേശമായി ചിത്രീകരിക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് ഈ സംഭവ വികാസങ്ങൾ ഒരു കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇതിലൂടെ സമാധാനത്തിനായുള്ള പാതയിൽ പുതിയ തടസ്സങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ്.